നിന്റെ കാപ്പിനി ആരാ കുടിക്കുക? ചാച്ചൻ കുട്ടീനെ കയറ്റി ഓടിച്ചോ? അതെ. ബക്കറ്റ്. ചാച്ചൻ കണ്ടോ എന്റെ കുട്ടീനെ ഇരുത്തിട്ട് അതിനെ ഓടിച്ചു അത്രേ. ഇതാരാ വരുന്ന നോക്കിക്ക്. അതാ വരുന്ന വല്യച്ഛ. പൊന്നെ അതാ വല്യച്ഛ വരുന്നോ? കണ്ണേട്ടർ അച്ഛ വരുന്നോ? അതാ വല്യച്ഛ വരുന്നു. വായേട്ടാ. ദാ അവിടെ വല്യച്ഛണ്ടേ. വാ വായോ. അപ്പൊ കുറച്ച് കുടിക്കാൻ കൊടുത്താ അനിയൻ വന്ന് പോയിട്ടാ അല്ലേ? നമ്മൾ നേരത്തെ കുറച്ച് കൂടുതൽ പുറത്ത് അവിടെ റബ്ബർ വെട്ടണില്ലേ, അതൊക്കെ കാണിച്ചു തരാന്നൊക്കെ വിചാരിച്ചാണ്. അപ്പം അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. കണ്ടപ്പോൾ ഇനി എന്താ പോണ്, നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാവും കേട്ടോ. അപ്പം അത് കാണിക്കാൻ പറ്റില്ല. വെള്ളം കണ്ടാ? എന്താ അത്? കാണിക്കണ്ട 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 പറഞ്ഞ പോലെ അല്ലേ? ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ. നമ്മുടെ കുമ്പളവള്ളി ഇതേപോലെ ആവേണ്ടതായിരുന്നു കേട്ടോ. പക്ഷെ കുമ്പളവള്ളി പോയി. അത് പൊന്നു. അടുത്ത കൊല്ലാവുമ്പോഴേക്കും നമുക്കില്ലേ നമ്മുടെ റംബുട്ടാൻ കായ്ക്കും കേട്ടോ. റംബുട്ടാനേതാ ഈ കായ്ക്കായിരിക്കും നല്ല കായ്ക്കും. കണ്ടോ റംബുട്ടാൻ കുറച്ച് ഡേറ്റ് പറഞ്ഞിട്ടൊന്നും സാധനം കാക്കില്ല. ഇതാണ്ടോ റംബുട്ടാൻ അടുത്തെല്ലാം റംബൂട്ടാൻ കാക്കിയോ? അടുത്തെല്ലാം നമ്മൾ കാക്കിത്രേ. നോക്ക് ഇങ്ങോട്ട് കണ്ടോ? കണ്ടു. എന്ത് കൊമ്പൊക്കെ വലിപ്പം വന്നു. റംബുട്ടാൻ 3 കൊല്ലം കാക്കിന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് വെച്ചത് കേട്ടോ. പക്ഷെ അതിന്റെ ഒരു ഓളം ഇതുവരെ കണ്ടിട്ടില്ല. 3 കൊല്ലം കഴിഞ്ഞില്ലേ? ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു. ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കണു. നമ്മള് ഈ സംഭവം അല്ലേ, ഇത് നല്ല ടേസ്റ്റ് അല്ലേ റംബുട്ടാന്, നല്ല മധുരമായിട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കാഴ്ച കാണാം പൊട്ടി പൊട്ടി. അപ്പം നോക്കുമ്പോഴല്ലേ ചോറ് തികയില്ല കേട്ടോ. അപ്പോൾ ചോറിന് അരി എടുപ്പത്തെടുത്ത് ഇപ്പട്ട 7 മണിയാകുമ്പോഴേക്കും ആവൂലേ? കൂട്ടാൻ വെക്കണ്ടല്ലോ. കൊണ്ടാട്ടമുളക് കാച്ചാം വേണ്ടേ? എന്താ നിനക്കൊരു ഉഷാറില്ലാത്ത? സുകന്യ ഉച്ചക്കേ ചോറിനിട്ടില്ല. ആ വെള്ളച്ചോറിൻ്റെ പാത്രം എടുത്ത് കഴുകടി വന്നേ. സുകന്യക്കൊന്നും ചോറിൻ്റെ ആവശ്യമില്ലാണ്ടായി ഇപ്പോൾ 3 നേരം പട്ടിണി. സുകന്യെ ഞങ്ങൾ 3 നേരം ചോറിനല്ലേ ഇനിപ്പോഴേ. ഞങ്ങളൊരു നേരം ബൂസ്റ്റാണ് കഴിക്കുന്നില്ലേ സുകന്യെ? സുകന്യ പട്ടിണി കിടന്ന് തടി കൂടി വരാൻ തുടങ്ങി. ഞാൻ അപ്പോഴും പറഞ്ഞു മര്യാദക്ക് എന്തെങ്കിലും തിന്നോ. ഞാനും കൂടിയെന്നല്ലേ ഏട്ടൻ പറയുക. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പറയാറുണ്ടോ തടി കുറഞ്ഞു എന്നുള്ളത്? അതാണ് ചൂട് കാരണല്ലേ ഈ സമയത്താണ് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. വാഴയൊക്കെ നോക്കിയൊക്കെ വീണിക്കുന്നത്. ഇനി നമ്മുടെ ഇവിടെ വാഴകളൊന്നും ഇല്ല കേട്ടോ. സുകന്യ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാഴ കാണണം പറയുമ്പോൾ അല്ലേ എല്ലാവരും പറയും അതാ സുകന്യ വാഴ കണ്ടോന്ന്. പാവല്ലേ സുകന്യ. ടിക്കറ്റ് നോക്കുമ്പോൾ അല്ലേ ഫ്രണ്ടിലത്തെ സീറ്റിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളന്ന് വാഴ കാണാൻ പോയില്ലേ? ഞങ്ങൾ വാഴ കാണാൻ പോയപ്പോൾ രണ്ടാൾക്ക് മാത്രമേ സീറ്റ് കിട്ടിയുള്ളൂ സുകന്യെ. എന്നിട്ട് ഞങ്ങനെ എവിടെ ഇരുന്നിരുന്നറിയോ? മുമ്പില്. ഇതിന് ഇവിടുന്ന് കളയണം. ഇപ്പം നമ്മളില്ലേ ഈ വെയിലിൻ്റെ ചൂട് കാരണേ ഇവിടെ അധികം ഭക്ഷണം ഉണ്ടാക്കാറില്ല കേട്ടോ. അവിടെ പുതിയ വീട്ടിലേക്ക് ഉണ്ടാക്കുക. അപ്പം ഇനി ഇത് വേണ്ടാലേട്ടാ. ഈ പട്ട വേണ്ടാന്ന്. ഈ പട്ട കണ്ണിക്ക് എവിടെയെങ്കിലും കുത്തുവെന്നൊരു പേടിയുണ്ട്. എന്താണെന്നറിയോ? ഇവിടേക്കൊക്കെ നല്ല വെയിലായതും കൊണ്ടേ നമ്മൾ പാത്രം കഴുകാൻ ഇത് രാവിലെ ഇവിടെ കഴുകിയിട്ടില്ല. അതാണ് പാത്രം ഇങ്ങനെ ആയത്. അതിനെ 3 പാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ വൈകുന്നേരത്ത് പാത്രം കഴുകാൻ ഉണ്ടാവാറില്ലേ? ഇല്ലല്ലോ.
ഏ ചോറ് വെച്ച പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ അവിടെയല്ലേ കൂടെ കഴിക്കുക. 2 പാത്രമല്ലേ അധികം ഉള്ളൂ. ഏ അപ്പം നിങ്ങൾ വെപ്പും കൂടിയൊന്നും ഇല്ല ഇപ്പോൾ. പാത്രം പാത്രം വെള്ളമൊന്നും ഇല്ല. എന്താ അവള് ഇവിടെ ചോറ് വെക്കും, ഞാൻ അവിടെ കൂട്ടാനും വെക്കും, ഉപ്പേരും വെക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ ചോറും ഉണ്ടല്ലേ സുനി. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്താണ് പറഞ്ഞാൽ വെച്ചാൽ വൈകുന്നേരത്ത് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വരും. പിന്നെ അങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ രാവിലെ ചോറ് വെച്ച ചെമ്പ് ഉണ്ടാവുള്ളൂ. കൂട്ടാൻ വൈകുന്നേരത്ത് കൂട്ടാൻ കൊണ്ടുവന്ന് വയ്ക്കുന്നത് എന്താണെന്നറിയോ? അനിയൻ രാവിലെ 5:45 പോയില്ലേ. അതിന് പാര കുഞ്ഞുണ്ണിയില്ല, കുഞ്ഞനില്ല, പിന്നെ പാര പാത്രം കഴുകണില്ലേ. പാത്രം കഴുകാൻ അവിടെ അമ്മു അച്ചു എന്താ കിച്ചുട്ടോ, അമ്മു അച്ചുവിൻ്റെയൊക്കെ അവർ പാത്രം കഴിക്കുള്ളൂ. കിച്ചു കഴിക്കുക വെക്കുക എന്താണെന്നറിയില്ല. ചെക്കന് അങ്ങനെ ഒരു ശീലമാണ്. ചെക്കനെയും കൊണ്ട് ഞാനിപ്പോൾ ഇല്ലേ പാത്രം കഴിക്കും, വൃത്തിയാവണില്ല എന്നാ. അപ്പം എന്നാലും വേണ്ടില്ല, കഴിച്ചില്ലാവട്ടെ. ഒരാളില്ലെങ്കിൽ അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ ഇതാ ചെറുപയർ കേട്ടോ. ചെറുപയർ എന്തിനാ സുനിയെ? ചെറുപയർ പായസമാണ്. ആ രാത്രിയിൽ ചെറുപയർ പായസമാണ്. സുകന്യതാ ഉരുളക്കിഴങ്ങ് വറക്കാൻ വേണ്ടിയിട്ട് അതിൽ മസാല തിരുമ്പി വയ്ക്കുന്നു. സുകന്യക്കെന്താ ഉരുളക്കിഴങ്ങ് പായസം? അതാ പൊങ്കം പായസോ? പൊങ്കനല്ലേ? രാത്രി ഞങ്ങൾക്ക് കഴിക്കാനേ ചെറുപയർ വെറുതെ പുഴുങ്ങിയിട്ട് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. കാരണം ഭക്ഷണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചോറ് ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കൊണ്ടു പറഞ്ഞല്ലേ. അപ്പോൾ വെറുതെ ചെറുപയർ ഉപ്പിട്ടിട്ട് വേവിക്കുക, അതിൽ വെറുതെ തേങ്ങ ചിരവി ഇടുക, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. ചില സമയത്തില്ലേ നമുക്ക് നല്ലൊരു വിശപ്പ് തോന്നും, ചില സമയത്ത് ഒരു വിശപ്പ് തോന്നില്ല. ഇപ്പോൾ വെള്ളം കുടിച്ചിട്ട് വിശപ്പേ ഇല്ല. അല്ല ആ മോര് മൊത്തം കഴിഞ്ഞില്ലേ? മോര് എന്നോട് കഴിഞ്ഞു. 1/2 ലിറ്റർ മോരോടല്ലേ? ഇവിടെ 1/2 ലിറ്റർ മോരും കഴിഞ്ഞു. എന്താ ഈ മോര് ഒരു ഉച്ചക്ക് വീണേക്കുമ്പോൾ കുറച്ചല്ലേ കൊണ്ടുവന്നുള്ളൂ. ബാക്കി കറി വെച്ചോ? കറിയിൽ ഒഴിച്ചു ബാക്കിയില്ലേ? 1/2 ലിറ്റർ കറിയിൽ ഒഴിച്ചു. 1/2 ലിറ്റർ നന്നായി. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ എന്താ കാണണ്ടേ? നിങ്ങളിങ്ങനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാണല്ലോ. എന്താ ചെറുക്കണ മാങ്ങ വേണ്ട മാങ്ങ കൂട്ടാട്ടോ. എന്തോ ഒരു മണ ഇത്. മാങ്ങ എടുത്ത് തിന്നല്ലേ ഒരാൾ 4 5 ഒക്കെ മാങ്ങ കഴിക്കട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ മാങ്ങക്കൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ സാമ്പാർ വെച്ചു, മിഞ്ഞാന്ന് മാങ്ങക്കൂട്ടാൻ വെച്ചു, ഇന്നും മാങ്ങക്കൂട്ടാനാ. എന്താ ഇനി എൻ്റെ അച്ചു പറയണ പോലെ മാങ്ങയുടെ സീസൺ കഴിയുന്നവരെ അമ്മ മാങ്ങക്കൂട്ടാൻ വെച്ചും കൊണ്ടേ ഇരിക്കുമെന്ന്. നല്ല മാങ്ങ കിട്ടുമ്പോൾ നല്ല മാങ്ങ കിട്ടുമ്പോൾ കഴിക്കുക. പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു സീസണിലല്ലേ കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് കറി വയ്ക്കാൻ പറ്റുന്ന വെക്കല കറിയല്ല അത്. എനിക്ക് സത്യം പറയാച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്താ കൂട്ടിലേ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മധുരമായതും കൊണ്ടേ. പക്ഷെ അത് എൻ്റെ വീട്ടിലില്ലേ പച്ചമാങ്ങയും കൊണ്ട് പഴുത്ത മാങ്ങ ഞങ്ങളുടെ അവിടെ കിട്ടാറില്ല കേട്ടോ. ഈ മാങ്ങ കൂട്ടാൻ വെക്കാനുള്ള മാങ്ങ കിട്ടാറില്ല. അതാ ഞാൻ പറഞ്ഞത്, ഓരോ ഭാഗത്ത് ഓരോന്ന് കിട്ടില്ല കേട്ടാ. ഞങ്ങളുടെ അവിടെ മൂകാണ്ടൻ മാങ്ങ, ഗോമാങ്ങ അങ്ങനെയൊക്കെയുള്ള മാങ്ങകളാണ്. അപ്പോൾ ഇതിപ്പോൾ ലിക്വിഡ് കഴിഞ്ഞു 2 പാത്രം എന്താ. അപ്പോൾ ഈ മാങ്ങയും കൊണ്ട് അമ്മ കറി വയ്ക്കുന്ന കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഈ പണിക്കൊക്കെ പോയിട്ട് വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതും കൊണ്ട് ചെയ്യാന്നല്ലാതെ എന്താ നമ്മുടെ പോലെ അവിടെയും ഇവിടെയൊന്നും തരയാനും തപ്പാനൊന്നും എവിടെ നിന്നാണ് കിട്ടണമെന്ന് നോക്കില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ കിച്ചു രാവിലെ വർക്കൗട്ടിന് പോകുന്നുണ്ടല്ലോ. അപ്പം അവൻ എന്താ അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ്. അത് വേറെയുള്ള കുട്ടികൾക്കും കൊടുക്കുകയും ചെയ്യും കേട്ടോ. എന്നിട്ടിന്ന് വന്നിട്ട് പറയണേ, മാഷ് ചോദിച്ചു എന്താ മാങ്ങ കൊണ്ടുപോയിട്ട് എന്താണ് കറി വെക്കാത്തതെന്ന് ചോദിച്ചു. ദിവസം മാങ്ങ കൂട്ടാനാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനിയ വന്നപ്പോൾ കുറച്ച് കൊടുത്തുകൂടെ, ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മാങ്ങക്കൂട്ടാനാകുമ്പോൾ എന്താണെന്നറിയോ, വെറുതെ മക്കൾ എടുത്തിട്ട് പാത്രത്തിലെടുത്തിട്ട് തിന്നേ വെറുതെ കഴിക്കും. ഇങ്ങനെ ഈ പാത്രങ്ങൾ കിടക്കുന്ന നിങ്ങളൊക്കെ ഒന്നും തോന്നരുത് കേട്ടോ. വെള്ളം വാരാണ്ട് വെച്ച് കഴിഞ്ഞാലേ ഇതിൻ്റെ ഉള്ളിലെ കബോർഡുകൾ മൊത്തം വൃത്തികേടാവും. അപ്പോൾ വെള്ളം വാർന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം രാത്രിയാകുമ്പോൾ ഒക്കെ എടുത്ത് വെക്കും. പിന്നെ നമ്മൾ പെരുമാറുന്നതല്ലേ ചേട്ടാ. എടുത്തും വെച്ചും കൊണ്ടേ ഇരിക്കണല്ലോ അറിയാം. നാളെ നമുക്ക് അതങ്ങനെ ഇരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴുകിനെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. നമ്മൾ എന്താ ഇങ്ങനെ പറയുക ഉപയോഗിക്കുകയുള്ളൂ. കടലക്കറി നാളല്ലേ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ കടലക്കറി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലക്കറി പുട്ടും ഉണ്ടാക്കാം. അതന്നെ നമുക്ക് ചോറിന് കൊടുക്കാം. എങ്ങനെ ഉണ്ടാവും? പുട്ടോ? പുട്ടല്ല, കടലക്കറി. ഉച്ചയ്ക്ക് നാളെ പുട്ടും ചോറ് വേണം. രാവിലെ ഉച്ചയ്ക്കല്ല, വൈകുന്നേരത്ത് നമുക്ക് ഇതിലൊന്നിൽ ചോറ്, ഒന്നിൽ മീൻ വറുത്തത്. ഇത് ചട്ടിയിട്ടാ ചോറ്, മീൻ വറുത്തത്. പിന്നെ ഈ ചട്ടി ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കാരണം പുട്ട് ഇഷ്ടല്ലേ? പുട്ട് കുങ്കൻ. പൊന്നൂസിന്റെ കുങ്കനാണത്. അവന് കുങ്കൻ ഉണ്ടാക്കി കൊടുക്കാനുള്ളതാ. അത് ചോറ് ചൂടാവട്ടെ ചൂടാറട്ടെ പറയട്ടെ. ഇതെന്താ പുതിയൊരു സാധനം? ആര്? അല്ല, കുങ്കൻ എന്ന് പറഞ്ഞാലേ എന്താ ഇതൊരു പുതിയ സാധനം വിചാരിക്കും, കേൾക്കണവരും അറിയാം. എന്താ അവനെ ഒന്നാമത് എന്താണെന്നറിയോ, കടലക്കറി കൂട്ടിയിട്ട് നമ്മുടെ ഇവിടെ ചോറിന് കേട്ടോ. പിന്നെ അതും കൊണ്ട് വേറെ വെക്കണ്ട. പിന്നെ ഞാനില്ലേ കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ട്. കുറേ ആയിട്ടോ മത്തി വാങ്ങിയിട്ട്. അപ്പോൾ നല്ല മത്തി കണ്ടു അടുത്ത വീട്ടിലെ കടയിൽ. അപ്പോൾ 100 മത്തിയേ വാങ്ങിയുള്ളൂ. കാരണം മത്തി ഉണക്കമീൻ അങ്ങനെ ഇവിടെ ആരും അധികം കഴിക്കില്ല. ഇത് ചൂടുവെള്ളത്തിലിടുന്നത് ഏട്ടൻ്റെ വെള്ളം കുടിക്കുന്ന സാധനം കേട്ടോ ഈ സംഭവം. ആണെങ്കിലോ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം ചേട്ടാ. നാരങ്ങ എന്തെങ്കിലുമൊക്കെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുമ്പോഴേ ഇതിങ്ങനെ ജിമ്മിന് പോകുമ്പോൾ അവിടെ ചന്തം കണ്ടിട്ട് വാങ്ങിയത് കേട്ടോ സാധനം. വെള്ളം നിറച്ചേക്കട്ടെ ഇതിൽ. നമുക്കിന്ന് മോര് കൂട്ടാനും ഒരു മുട്ടായി ഇവിടെ ഇരിക്കട്ടെ. ഒരു കൂടെ എടുക്കുള്ളൂ കേട്ടോ. ചില ഒന്ന് പുറത്തെടുത്താൽ മതി. ഒന്ന് എടുക്കുള്ളൂ. കാരണം ഒന്നുമില്ലാത്ത സമയത്ത് അമ്മ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് അവർ ഇതിന് എത്രയാണോ അല്ലേ? സുനിയെ പൊന്നാരി ഇന്നടി കാക്കിലോന്റെ പാപ്പായ വേണോ? എന്നാ പൊന്നാ ഇതെന്തോ നോക്കിയൊക്കെ ചോറ് ഊറ്റിയടി. അതാ കൈ അത് മതി. അത് തിന്നിട്ട് മതി. ചിന്നടി ഏട്ടൻ അത് എല്ലാവർക്കും കൊടുക്കണ്ടേ? ചേച്ചികൾക്ക് കൊടുക്കണ്ടേ? ചേച്ചികൾക്ക് കൊടുക്കണ്ടേ? ഏട്ടന് കൊടുക്കണ്ടേ? നീ അത് തിന്നെ. ഇത് എന്നിട്ട് എന്താണെന്നറിയാം പണി? ഇതിൽ ഈ ക്രീമില്ലേ, ഈ ക്രീം നക്കി തിന്നും. എന്നിട്ട് ബിസ്ക്കറ്റ് ഇന്നമ്മ തിന്നോ? മറ്റൊരുക്കും കൂടി ഓരോന്ന് കൊടുക്കട്ടെ. എന്ത് കണ്ടോ? ആദ്യത്തെ ചോറും ചെമ്പിന്റെ ചില പാത്രങ്ങൾ ശരിയാവില്ല. അതങ്ങനെ മാറ്റി വെച്ചോണ്ടാണ് കറ പിടിച്ച് എന്തിയാവണത്. ചീനച്ചട്ടിയൊക്കെ കണ്ടില്ലേ എങ്ങനെയായിരുന്നു? ചീനച്ചട്ടി ഇതേപോലെ കുത്തുമുള്ളി വന്നിക്കുക. എന്നാലും അലുമിനിയം കുത്തുമുള്ളിയും വരും. അതന്നെ അത് കഴുകിയിട്ട് ഇതാക്കിട്ടോ. അപ്പൊ ഏട്ടാ നിങ്ങളുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കും നുറുക്കട്ടെ. എന്ത് നിങ്ങക്ക് വേറെ വേണ്ടേ? നിങ്ങൾ വല്ലാത്ത സാധനം ഇന്നത്തോടെ കഴിയോ? തീരുമെന്നറിയില്ല. പകല് പണിയെടുക്കാൻ പറ്റുണ്ടായിരിക്കും. നമ്മളില്ലേ വല്ലാണ്ട് പിറകിന് പോയില്ല കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മൈഗ്രെയിൻ ഉള്ളവർക്കൊന്നും ഈ വെയിലത്ത് നടക്കില്ല. ഇനി വെയിലില്ലാത്ത സമയത്ത് ഞാൻ 4:30-5 മണിയൊക്കെ ആകുമ്പോഴാണ് പോയിട്ട് പെറുക്കിയിരുന്നത്. അതാണ് പറയുന്നത്, നമ്മളും എത്ര അത് ചെറുതായി വലുതായി അതിലും വലുതായില്ലേ ഇങ്ങനെ നിൽക്കണ മരങ്ങൾ. തലവേദനയില്ല മരങ്ങളെ നമുക്ക് തണലേകിയതൊക്കെ പോകുമ്പോലെ എത്ര തണലായിരുന്നു എന്നറിയോ? കാരണം ഓരോരുത്തരും നമ്മുടെ ഇവിടേക്ക് വരുന്ന സമയത്തൊക്കെ അവിടെ പോയി ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കുകയായിരുന്നു അല്ലേ. കനാല് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണെന്ന് പറഞ്ഞിട്ട് ഇനി ആ ഭാഗത്തേക്ക് കൂടെ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പം അതൊരു എങ്ങനെ പറയുക തണലേകുന്ന ഒരു മരം തന്നെയായിരുന്നു. നമുക്കൊന്ന് പോകുമ്പോൾ എന്താണൊക്കെ
തണ്ണിമത്തം വാങ്ങിയ ഭയങ്കര നഷ്ടമാണ്. ഏത് ചെറിയ തണ്ണിമത്തല്ലേ ഇവിടെ ഇപ്പോൾ അതല്ലോ, അതിൽ തൊലിയണ്ട് പോയല്ലേ, തോടങ്ങോട് പോയല്ലേ, ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിലുള്ളത് ചിലപ്പോൾ മൂത്തിട്ടുണ്ടാവില്ല. എനിക്ക് തണ്ണിമത്തൻ 2 പ്രാവശ്യം വാങ്ങിയിട്ട് ഇപ്പോൾ അബദ്ധം പറ്റും. ഇത് വാങ്ങായിരുന്നു ഈ സമയത്ത് കഴിക്കാനൊക്കെ രസമാണ്. കഴുത്തിച്ചക്ക പോലെയല്ല, തണ്ണിമത്തം കഴിക്കാനൊക്കെ രസമാണ്. കഴുത്തിച്ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ചുമ വരും. ഇത് വേവിക്കുന്നുണ്ടോ? ഇത് വേവിക്കുന്നുണ്ടോ? വേവിച്ചിക്കണമെങ്കിൽ വേവിച്ച് തരാം, ആവിയേറ്റി തരാം. കുക്കുമ്പർ വേവിക്കാൻ പറ്റുമോ? പിന്നെന്താ, കുക്കുംബറും കൊണ്ട് വേവിക്കുന്നതിന് ഇപ്പം എന്താ, കുക്കുമ്പർ കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പറ്റും? പച്ചടി ഉണ്ടാക്കില്ലേ തൈരിട്ടിട്ട്? അത് വേവിക്കാതല്ലേ. കുക്കുംബർ ഞാൻ വേവിച്ചിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. ക്യാരറ്റ് ശരിക്കുന്നില്ലേ, തൈരിൽ എല്ലാതും പോലെ, കൈപ്പയ്ക്ക, വഴുതനങ്ങ, കോവയ്ക്ക. തൈര് രാത്രി കഴിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ തൈര് ഒഴിച്ചിട്ട് പകലൊക്കെ തൈര് ഒഴിച്ച് കഴിക്കാം. അപ്പം നാളത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്താ കുട്ടിയുടെ 56. എന്താണ് 56 കഴിക്കണതെന്ന് കുറേ പേര് ചോദിച്ചത് പറയണേ. 56 കഴിക്കണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ 28 തന്നെയാണ്, പക്ഷെ നമ്മുടെ തറവാട്ടിലെ അവസാനത്തെ ഉണ്ണിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്താ നമ്മുടെ 56 28 കഴിക്കുന്ന സമയത്ത് കുട്ടികളുമാണല്ലോ. അപ്പോൾ മാർച്ച് 31 തീയതി ആയിരുന്നു. കുട്ടികൾ വേണമല്ലോ എന്നല്ല, നമ്മുടെ മക്കൾക്കെല്ലാം പങ്കെടുക്കാൻ പറ്റണല്ലോ. നമ്മുടെ മക്കള് 28ന്റെ സമയത്ത് പരീക്ഷ സമയമായിരുന്നു. അപ്പോൾ അത് 28 കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ പരീക്ഷ കാരണം ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം 28ന് 56 ആക്കുമ്പോൾ വെക്കേഷൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയത്. അല്ലാതെ 28 കഴിക്കുന്നത് എന്തുകൊണ്ട് 56 കഴിച്ചു കഴിഞ്ഞാൽ അതാണ് അതിന് ഉത്തരം. അതാണ്. അപ്പോൾ എല്ലാവർക്കും കൂടാലോ എന്നുള്ള ഒരു ഇതിൽ കേട്ടോ, കൂടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാക്കിയത്. അല്ലാതെ അവിടെ 56 അല്ല കഴിക്കുന്നത്, 28 തന്നെയാണ് കഴിക്കുന്നത്. ഞങ്ങളുടെ 28ന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ 56 കഴിക്കുന്നത് മാത്രം. 56 അതേപോലെ നൂലുകെട്ടലും എന്താ സ്വർണം കുടലും ഒക്കെ ആ സമയത്ത് തന്നെ ചെയ്യും കേട്ടോ. 28ന്റെ എല്ലാ ചടങ്ങും 56 കഴിക്കുക അല്ലേ. കരി എഴുതി കൊടുക്കലൊക്കെ ചിലവർ പക്ഷെ 56ന്റെ മുമ്പ് തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. അല്ല, നമ്മുടെ എല്ലാ മക്കൾക്കും ഇപ്പോൾ 28 തന്നെ കഴിച്ചിട്ടുണ്ട്. എല്ലാം ശരിക്കും ഞാൻ പറയാച്ചാലേ, ശരിക്കും ഞാൻ പറയാച്ചാൽ 56 കഴിക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്നറിയോ, നമുക്കൊന്ന് ശരിയാവും. കാരണം നമുക്ക് മുറി ഉണ്ടെങ്കിൽ ആ മുറി ഒന്ന് ഉണങ്ങാനും നമ്മുടെ ഒന്ന് എടുക്കേണ്ട ഒരു രൂപമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ 56 ആവണം. മറ്റേത് 28 ദിവസം ആകുമ്പോഴേക്കും എന്താണെന്നറിയോ, പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടിയൊന്ന് ചുങ്ങും. അത് കഴിഞ്ഞാൽ കുട്ടിക്ക് പാലാവാത്തതിന്റെ പ്രശ്നം, കുട്ടി കരച്ചില് വീഴ്ചയിലേട്ടാ. മുളക് പൊടിയോ അവിടെ താഴെ മുളക് പൊടി ഉണ്ടല്ലോ, അതവിടെ ഇതിന്റെ ഉള്ളിൽ നോക്കിയേക്കാ. ഞാൻ ഇന്ന് ചുക്കുവെള്ളപ്പൊടി വേറെ വാങ്ങി. നിന്നിട്ട് മുളക് പൊടി അല്ലേ ചോദിച്ച്? ചുക്കുവെള്ളപ്പൊടി ആർക്കാ അവിടെ ചുക്കുവെള്ളം വെക്കുന്നത്? ചുക്കുവെള്ളപ്പൊടി കവറിൽ ഏതാ ഇവിടെ ഉണ്ട് ചുക്കുവെള്ളം. എടി വെള്ളം തിളപ്പിച്ചാൽ മതി കൊണ്ണേ. കാരണം എന്താണെന്നറിയോ, ഇവിടെയാണ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് തണുത്ത വെള്ളം കുടിക്കണം. സുഗന്യം കുടിക്കില്ല, അനിയനാണ് പറഞ്ഞു വെച്ചാലും. അത് തിളപ്പിച്ച് കൊണ്ടുവന്നോ? ഇവിടെ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ടേ, അതും ഇവിടെ നോട്ടെ. വെള്ളം ഇവിടെ അധികമാണ് ഇപ്പോൾ. അവിടെ എവിടെ ഇരിക്കണ്ടേ ഇപ്പൊ കൊണ്ട് അതിന് മേലെ കവറിലെറ്റാണോ സംശയമുണ്ട്. കുപ്പിയിലല്ല, കവറിലേ. ഇപ്പൊ കൊണ്ടുവന്നോണേ. ക്യാരറ്റും അതല്ല അപ്പുറത്ത് ആ മൂലക്ക്. ഇപ്പൊ എത്രയായില്ലേ? ഇനി വേണോ? എന്ത് കുക്കുംബർ? അത് മതി. എന്താ കണ്ടോ, സ്കൂളുള്ള സമയത്ത് പഠിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മോ. ഇതെന്തിനെടുത്തേക്കണപ്പോ? വെറുതെ ദാ അച്ചു പിന്നെ കാണിക്കുന്നത് കണ്ടോ. അച്ഛനിത് ഫുള്ളാക്കാണ്ട് അച്ഛൻ്റെ വിശ്രമല്ല അല്ലേ. അമ്മ എന്താ വരയ്ക്കുക? ശരിയാവില്ല. സാധനം പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ചെയ്തിട്ട് എന്തിനാ കണ്ടമുട്ടി ഫാന്? ആ അച്ചൂരില്ലേ ഇത്ര പോകുന്ന ഫാനുണ്ട് ഇത്രേ. അതിങ്ങനെ മുഖത്തേക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. ആ ഫാന് രണ്ടാൾക്കും പാടെ 254 രൂപയാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് വാങ്ങിത്തരുമോ പ്ലീസ്? ഒന്ന് വാങ്ങിത്തരുമോ? വലിയ ഫാനാണ് പാപ്പിക്ക് വെച്ച് കൊടുക്കണ്ട. ഈ ഫാനും എടുത്തോ.
തുറക്കുമ്പോൾ നോക്കണേ. ഉം. കുക്കർ അത്ര വലിയ പ്രശ്നക്കാരെന്നപ്പോൾ ഈ ഇടയ്ക്ക് മനസ്സിലായത്. എന്തേ? അല്ല, പൊട്ടിത്തെറിക്കലും അപകടം പറ്റലും ഒക്കെ. എന്തൊക്കെ വീഡിയോ കാണുമ്പോഴല്ലേ ഇപ്പോൾ അതൊക്കെ അറിയണം. ഇത്ര വലിയ പ്രശ്നക്കാരനപ്പോൾ ഈ കുക്കർ എന്നുള്ളത്. കുക്കർ അമ്മേനെ പേടിച്ചിട്ടാണ് കുക്കർ വാങ്ങാതിരുന്നത്, നിന്നെ പേടിച്ചിട്ടല്ല. അമ്മേനെ പേടിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഗ്യാസ് എടുത്തിട്ടുണ്ടാവില്ലേ. ഇതാട്ടോ അമ്മ തുറന്നു വെച്ചിട്ട് ചിലപ്പോൾ എപ്പോഴും പോകുമ്പോൾ കുക്കറല്ല ഗ്യാസ്. കണ്ടോ, ഇതിൽ വെള്ളം കുറച്ചിരുന്നോട്ടെ കേട്ടോ. എന്താണെന്നറിയോ, നമുക്കിത് എടുത്തിട്ട് ഇതിൻ്റെ വെള്ളത്തിൽ കുറച്ച് കുട്ടികൾക്ക് കഞ്ഞി ഇട്ട് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടേ. എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവും. ഭയങ്കര ഇതാ. ഇതിൽ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ, അല്ലാതെ വെറുതെ കഴിക്കാൻ പറ്റണ്ടേ. കുങ്കുണ്ടാക്കാൻ പോവാ. ഇതാരും പറയാത്തൊരു ഭാഷയാണ്. ഇപ്പൊ ഇവിടെ ഒരാൾ ആറാൾ പറഞ്ഞിട്ടില്ലേ പൊങ്കനൊക്കെ? അത് ആര് പറഞ്ഞിട്ടില്ല. അവൻ 6 ഉപ്പിട്ടില്ലേ? ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഏട്ടന് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഞാനൊക്കെ ചെയ്തതാണ് കേട്ടോ. എന്താ ഇതിൻ്റെ ഇത്ര ഒരു ഭാഗം നമ്മൾ, ഇത്ര ഒരു ഭാഗം ഏട്ടൻ അല്ലേ. ഇതിൽ ഇത്ര ഒരു ഭാഗം ഞാൻ, ഇത്ര ഒരു ഭാഗം ഏട്ടൻ. എന്നിട്ട് ആരെ തടി കുറയ്ക്കാൻ? ഈ എൻ്റെ തടി കുറയ്ക്കാനും നോക്കണം. നല്ല തടി കുറയ്ക്കലാണ്. പണിക്കാരൊക്കെ നല്ല ഉഷാറിലായി. എന്താ 9 മണിയാവാറായി, ഇനി എന്താ ഒരു ഉഷാറാവിട്ടില്ലെങ്കിൽ? വെയിലൊക്കെ പോയി, ചൂടൊക്കെ കുറഞ്ഞ് സമാധാനമായിട്ടുണ്ട്. എന്താ ലോഡ് അവർ ഇത്ര കുറച്ച് നേരത്തെയും കൂടി മരം വെട്ടിയിരുന്നു കേട്ടോ, ലോഡാവാണ്ടേ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഞങ്ങളിവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും രാത്രി. എന്താ ചെയ്യുന്നത്? അപ്പോഴേ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. ഇനി നമ്മളിവിടെ എപ്പോഴും ഈ പാത്രം കഴുകുന്നതും അടിച്ചു വരുന്നതൊന്നും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കാണിക്കാതിരിക്കുകയാണ്. ഈ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒതുക്കി വെച്ച് നമ്മൾ കിടക്കും. പിന്നെ എന്താ, നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.